എല്ലാം നിഷേധിക്കുക, പരമ്പരാഗതമായി കിട്ടിയത് മുഴുവനും നിഷേധിക്കുക. അങ്ങനൊന്നില്ല. അതിന്റെ ഹദീസുകൾ ലഈഫാണ്, മുർസലാണ്, മറ്റതാണ്, മറിച്ചതാണ്, ഇങ്ങനെ അങ്ങ് പറഞ്ഞ് എല്ലാ നന്മയും നിഷേധിക്കുക. ഇല്ല, ഇസ്ലാമിൽ കുറെ വിഷയങ്ങൾക്ക് കുറെ രേഖയുടെ രൂപങ്ങൾ അയിമ്മത്ത് ഉസൂലിൽ പറഞ്ഞിട്ടുണ്ട്. മെഹറാജിന്റെ നോമ്പ അത് ഇവർ അംഗീകരിക്കൂല. എന്തേ? കിതാബിൽ അത് പറയാത്തത് കൊണ്ടല്ല. യാനത്തിൽ കാണാം യുസന്നു സൗമു യൗമിൽ മിഅ്റാജ്. ബാജൂരിയിൽ കാണാം യുസന്നു സുന്നത്താണ് സൗമു നോമ്പ് നോക്കൽ യൗമിൽ മിഅ്റാജ്, മിഅ്റാജിന്റെ പകലിൽ. അതിന് ഹദീസുമുണ്ട്. പക്ഷെ അവരത് എടുക്കൂല. എന്ത്? ഹദീസ് കാണായിട്ടൊന്നുമല്ല, ഹദീസ് ലഈഫാണ് എന്ന് പറഞ്ഞു. ഇത് വാസ്തവത്തിൽ മുസ്ലിം ഉമ്മത്തിന്റെ ഏകോപനാഭിപ്രായത്തിനെതിരാണ്. ഇമാം നവവി പറഞ്ഞത് കാണാം, ഖദ് അജ്മഅൽ ഉലമാ, പണ്ഡിതന്മാർ തർക്കമില്ലാത്ത കാര്യമാണ്, അലാ അന്നഹു യജൂസുൽ അമലു ബിൽ ഹദീസിൽ ളിആഫി ഫിൽ ഫളായിൽ. ഇത് ഒരു സ്ഥലത്തൊന്നുമല്ല, നൈമ മാത്രമൊന്നുമല്ല പറഞ്ഞിട്ടുള്ളത്. ഇത് കുറെ കിതാബുകളിൽ കാണാൻ കഴിയും. ഞാൻ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ലഈഫായ ഹദീസ് കൊണ്ട് ഫളായിലുൽ അമാലിൽ പറയാമെന്നത് ചെയ്യാമെന്നതിൽ തർക്കമില്ല. പണ്ഡിത ലോകത്ത് തർക്കമില്ല. നോക്കി നിങ്ങൾ, ഇജ്മാ എന്ന് പറഞ്ഞാൽ പണ്ഡിത തർക്കമില്ലാത്ത മസ്അല എന്നാണ്. തർക്കമില്ലാത്ത ഇജ്മാഇനെ ഒരാളെ നിഷേധിച്ചാൽ ഒരു പക്ഷേ അവൻ കാഫിറാകും, അല്ലെങ്കിൽ അവൻ മുബ്തദിയാവും. ഒറ്റൊന്ന് നിഷേധിച്ചാൽ മതി.